ുന്നു മുനമ്പം വഖഫ് ഭൂമി കേസിൽ വാദം ഇന്നും തുടരും. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലാണ് വാദം നടക്കുക. വഖഫ് ആധാരത്തിലെ പരാമർശങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഇന്നലെ വാദം നടന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, നേരത്തെ മുനമ്പം സമരസമിതിക്കും മുനമ്പത്ത് താമസിക്കുന്നവർക്കുമൊക്കെ ഈ കേസിന്റെ ഭാഗമാകാനുള്ള അനുമതി കൊടുത്തിരുന്നു വഖഫ് ട്രിബ്യൂണൽ. പുതിയ വഖഫ് നിയമം വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി പ്രധാനമായും ചർച്ച നടക്കാനിരിക്കുന്നത്? രഞ്ജിത്ത്, പുറത്ത് വിവാദം കൊഴുക്കുമ്പോൾ ഏറ്റവും പരമാവധി വേഗത്തിൽ ഈ കേസ് വാദം കേട്ട് വിധി പ്രഖ്യാപിക്കുക എന്നൊരു തരത്തിലേക്ക് തന്നെയാണ് വഖഫ് ട്രൈബ്യൂണലിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വളരെ വിശദമായ വാദം കേൾക്കൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും വഖഫ് ഭൂമി ആണോ എന്ന, അല്ലെങ്കിൽ വഖഫ് ഭൂമിയുടെ നിർവചനത്തിൽ വരുമോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിച്ചത്. അതിൽ ഏറ്റവും ആദ്യത്തെ ആധാരം ഈ വഖഫ് ചെയ്ത് സിദ്ദിഖ് സേട്ട് എന്ന ഈ സ്ഥല ഉടമ നൽകിയ ആധാരമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന നടപടിക്രമമാണ്. അതിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഈ അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യുന്ന ഒരു നടപടിക്രമം എന്നൊക്കെ രീതിയിലുള്ള അത്തരം നിർവചനങ്ങളടക്കം ഓരോ വാക്കുകൾ അളന്ന് എടുത്ത് പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ഒപ്പം ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വഖഫ് ബോർഡ്. പക്ഷേ മറുവശത്ത് ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അഭിഭാഷകൻ പറയുന്നത് ഇത് പൂർണ്ണമായി ക്രയവിക്രയ അവകാശങ്ങളുള്ള ഒരു ഭൂമിയായാണ് ആദ്യത്തെ ആധാരത്തിൽ തന്നെ കിടക്കുന്നത്. ആ ക്രയവിക്രയം എന്ന് പറയുമ്പോൾ ഭൂമി വിൽക്കാനുള്ള അവകാശവും കൈമാറ്റം ചെയ്യാനുള്ള അവകാശവും ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്നും പറയുന്നു. വഖഫ് ബോർഡിന്റെ ഈ തീരുമാനത്തെ തുടർന്ന് ജീവിതം പ്രതിസന്ധിയിലായ മുനമ്പം നിവാസികളും ഈ കേസിൽ കക്ഷി ചേർന്നുണ്ട്. അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു ഇസ്ലാം സ്ഥാപനമല്ല, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി അല്ലെങ്കിൽ മതപ്രചാരണം അടക്കമുള്ള കാര്യങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട സാധനമല്ല. ഇതൊരു കലാലയമാണ്, ഒപ്പം അല്ലെങ്കിൽ ഒരു ക്യാമ്പസാണ്, ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലും ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. അതൊരു ചാരിറ്റി പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്ന എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഊന്നിയാണ് ഇന്നലെ വാദമുഖങ്ങൾ നടന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിൽ തന്നെയുള്ള, അതായത് സുബൈദ എന്ന മകളുടെ മക്കൾ ഈ സ്ഥലം വഖഫ് ബോർഡിന്റെ കീഴിലുള്ളതല്ല, അല്ലെങ്കിൽ വഖഫ് ചെയ്ത സ്ഥലമല്ല എന്ന വാദവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഈ ഫാറൂഖ് കോളേജിന് നൽകിയ സ്ഥലമാണ്. അതിൽ ഫാറൂഖ് കോളേജിന്റെ ആവശ്യപ്രകാരം ഉപയോഗിക്കുന്ന സ്ഥലത്തിന് ശേഷം അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കുടുംബത്തിന് എടുത്ത് നൽകണമെന്ന ഒരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നു. ഒപ്പം 1951 ശേഷം ഈ പറവൂർ സബ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ആദ്യ കാലത്തുണ്ടായിരുന്നു. ആ കേസുകളുടെയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണെന്ന് കോടതി ചെയ്യുക. വഖഫാണോ എന്ന പരാമർശത്തെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്നലെ പരിശോധിച്ചു. ഇനി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണ് ചെയ്തത്. അല്പസമയത്തിനകം ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. വഖഫ് ട്രിബ്യൂണൽ, കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുക. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരപരിധിയുമായൊക്കെ ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഇനി ഉണ്ടാകും. കാരണം രാജ്യത്ത് പുതിയ നിയമം കൂടി വന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം